ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂടി. ഒരാഴ്ചയ്ക്കിടെ വില കൂടുന്നത് രണ്ടാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. കഠിനകാലം വരുമെന്ന രാഹുൽ ഗാന്ധി. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. ഇറാനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചു. ബഹിരാകാശ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും നോർവേയും. കപ്പൽ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നിവയടക്കം 12 കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ വാണിജ്യ, സാങ്കേതിക, സുസ്ഥിര ഊർജ്ജ മേഖലകളിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നോർവേ. സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബറിൽ ഇന്ത്യയിലെത്തും. പുടിൻ ഇന്ത്യയിലെത്തുന്നത് ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണ. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന നിലപാടിൽ ലീഗ്. കൃഷിവകുപ്പിൽ നീരസവുമായി സിദ്ദിഖ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കി മാണി സി കാപ്പൻ. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളായി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനം SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 6-അംഗ സംഘം അന്വേഷിക്കും. ഡിവൈഎസ്പി ബൈജു പൗലോസ് ആയിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. സംഭവത്തിലെ SIT അന്വേഷണം VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ ധവളപത്രം ഇറക്കാൻ സമിതിയെ നിയോഗിച്ച VD സർക്കാർ. ഡോക്ടർ KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിക്ക് ചുമതല. 10 വർഷത്തിനു ശേഷം സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് തുറന്നു. ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ. സർക്കാരിന് നന്ദി പറഞ്ഞ ആശാ വർക്കർമാർ. മറ്റന്നാൾ തലസ്ഥാനത്ത് വിക്ടറി റാലി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി സമരസമിതി. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നിശ്ചയിച്ചതുപോലെ തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി CP ജോൺ. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസ വർദ്ധിച്ചു. ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ തവണയാണ് ഇന്ധനവില കൂടുന്നത്. അതേസമയം നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല എന്നും ഹോർമൂസ് കടലിടുക്കിലൂടെ കൂടുതൽ കപ്പലുകൾ എത്തിക്കുവാൻ ശ്രമിക്കുന്നതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും നേരിയ വർധനവ്. പെട്രോൾ ലിറ്ററിന് 86 പൈസയും ഡീസൽ 83 പൈസയും വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 98.64 രൂപയും ഡീസലിന് 91.58 രൂപയുമായി. കേരളത്തിൽ പെട്രോളിന് 109.73 ഡീസലിന് 98.53 രൂപയുമാണ്. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയാണ് വില വർധനവിന് കാരണം. നേരത്തെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായും വിപണിയിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നും എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും വ്യക്തമാക്കി. അസംസ്കൃത എണ്ണ, PNG, LPG എന്നിവ മതിയായ അളവിൽ ലഭ്യമാണ്. റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി സ്വതന്ത്രമായ ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പ്രതിസന്ധികൾക്കിടയിലും ഹോർമൂസ് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 15,000-ലധികം ചരക്ക് കപ്പലുകളും ജീവനക്കാരും ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബഹിരാകാശ സഹകരണ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും നോർവേയും. ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക, മേഖലയിൽ കൂടുതൽ നിക്ഷേപം എന്നിവയാണ് കരാറിന്റെ ലക്ഷ്യം. കപ്പൽ നിർമ്മാണം, ഹരിത ഊർജ്ജം എന്നിവയടക്കം 12 കരാറുകളിൽ പ്രധാനമന്ത്രിയുടെ നോർവേ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ വാണിജ്യ, സാങ്കേതിക, സുസ്ഥിര ഊർജ്ജ മേഖലകളിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നോർവേ അറിയിച്ചു. 43 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. സ്വീഡനിൽ നിന്നാണ് മോദി ഓസ്ലോയിലെത്തിയത്. ഇന്ത്യ നോർവേ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഹരാൾഡ് 5-ാമൻ രാജാവ് നോർവേയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും വിവിധ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യ നോർവേ ഉഭയകക്ഷി ബന്ധം ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന നിലയിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി.
കാലാവസ്ഥാ വ്യതിയാനം, ഹരിത വ്യവസായങ്ങൾ, സർക്കുലർ ഇക്കോണമി എന്നിവയാണ് ഈ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നോർവേയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ത്യയുടെ ഉൽപ്പാദനശേഷിയും വിപണി സാധ്യതയും സമന്വയിപ്പിക്കുന്നതാണ് പദ്ധതി. ബഹിരാകാശ പര്യവേഷണത്തിനും ഉപയോഗത്തിനുമായി ഇരു രാജ്യങ്ങളും സഹകരണ കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ബഹിരാകാശ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനുമാണ് കരാർ. ഡിജിറ്റൽ വികസനം, ആരോഗ്യ മേഖലയിലെ സഹകരണം, സാങ്കേതിക സഹകരണം തുടങ്ങിയവയിലും ഇരു രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കും. ഇന്ത്യയിൽ വാണിജ്യ, സാങ്കേതിക, സുസ്ഥിര ഊർജ്ജ മേഖലകളിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് നോർവേ വ്യക്തമാക്കി. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ഇന്ത്യ നേരത്തെ ഒപ്പിട്ട വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഭാഗമായാണ് നിക്ഷേപം. സ്വിറ്റ്സർലൻഡ്, ഐസ്ലൻഡ്, ലിങ്കസ്റ്റൺ എന്നീ അംഗരാജ്യങ്ങൾക്കൊപ്പം സംയുക്തമായാണ് നോർവേ നിക്ഷേപം നടത്തുക. ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഭക്ഷണം, ഇന്ധനം, വളം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആഗോള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർവേയും ഒന്നിച്ചു പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും 50-ലധികം കമ്പനി സിഇഒമാരും ബിസിനസ് ഗവേഷണ മേഖലകളിൽ നിന്നുള്ള 250-ലധികം പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, അമൃത TV. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിക്കും. ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പുടിൻ എത്തുന്നത്. സെപ്റ്റംബർ 12-13 തീയതികളിലാണ് ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുക. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് റഷ്യൻ വാർത്താ ഏജൻസി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഡൽഹിയിൽ നടന്ന ഇന്ത്യ-റഷ്യ വാർഷിക ഉച്ചകോടിയിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തിരുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങൾക്ക് സ്വീകാര്യമായ സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ഇന്ന് ഇറാനെ ആക്രമിക്കാനായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്നാണ് ട്രംപ് നിലപാട് മാറ്റിയത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് നിർണായക വിവരം പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലാഴ്ത്തിയേക്കാവുന്ന നിർണായക നീക്കത്തിൽ നിന്നും തൽക്കാലത്തേക്ക് പിൻവാങ്ങി അമേരിക്ക. ഇറാനെതിരെ ഇന്ന് നടത്താനിരുന്ന സൈനിക ആക്രമണം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഗൾഫ് മേഖലയിലെ സമാധാനം കാംക്ഷിക്കുന്ന പ്രമുഖ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പിന്മാറ്റമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ താനുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയെന്നും ഇറാനെതിരായ ആക്രമണം ഒട്ടും അനുയോജ്യമല്ലെന്ന് അവർ ആവശ്യപ്പെട്ടതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കുന്ന US-ന് പൂർണ്ണമായും സ്വീകാര്യമായ ഒരു പുതിയ സമാധാന കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കാമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്മേലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ആക്രമണത്തിൽ നിന്നും വൈറ്റ് ഹൗസ് പിന്തിരിഞ്ഞത്. എങ്കിലും ഇറാനുമേലുള്ള സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉറപ്പു നൽകിയതുപോലെ ഒരു സമാധാന കരാർ സാധ്യമായില്ലെങ്കിൽ ഇറാനെതിരെയുള്ള കടുത്ത സൈനിക നടപടികളിലേക്ക് തന്നെ അമേരിക്ക നീങ്ങുമെന്ന മുന്നറിയിപ്പും ട്രംപിന്റെ വാക്കുകളിലുണ്ട്. വരും ദിവസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. UAE-യിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ രാജ്യത്തെ ജനവാസ മേഖലയെയും നിർണായക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ 6 ഡ്രോണുകൾ വിജയകരമായി കണ്ടെത്തി തകർത്തതായി UAE മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിച്ചു. UAE എയർ ഡിഫൻസ് അതിവേഗ ജാഗ്രതയും കാര്യക്ഷമതയും പുലർത്തി ഡ്രോണുകളെ നിർവീര്യമാക്കിയതിനാൽ രാജ്യത്തെ പൗരന്മാർക്കോ പ്രധാന സൗകര്യങ്ങൾക്കോ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശം UAE-ക്കുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും ദേശീയ സമ്പത്തുകളും ലക്ഷ്യമിടുന്ന ഏതു ഭീഷണിയെയും നേരിടാൻ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം വൈകുന്നു. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പുയർന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകൂ എന്ന നിലപാടിലാണ് ലീഗ്. കൃഷി വകുപ്പിൽ T സിദ്ദിഖിന് നീരസമുണ്ട്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് മാണി C കാപ്പൻ. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളുമായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ആലപ്പുഴയിൽ വെച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി 7-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. DYSP ബൈജു പൗലോസും അന്വേഷണ സംഘത്തിലുണ്ട്. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം.
മനസാക്ഷി മരവിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ പ്രചരിച്ചിട്ടും തെളിവില്ലെന്നായിരുന്നു പിണറായി സർക്കാരിന്റെ വാദം. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാന്മാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഗൺമാന്മാരുടെ നടപടിയെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഡിവൈഎസ്പി ബൈജു പൗലോസ് ഉൾപ്പെടെ 7 പേരാണുള്ളത്. ക്രൈംബ്രാഞ്ച് എസ് പി ഷൗക്കത്ത് അലി സംഘത്തിന് നേതൃത്വം നൽകും. 30 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും തൽക്കാലം മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ് തീരുമാനം. റിപ്പോർട്ട് ലഭിച്ച ശേഷം കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ വകുപ്പ് തല നടപടിയും ക്രിമിനൽ നടപടിയും ഉണ്ടാകും. 2023 ഡിസംബറിലാണ് വിവാദമായ രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നും ഇറങ്ങിവന്നാണ് ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപസും ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത്. TP കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത് ഷൗക്കത്ത് അലിയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിനാണ് തീരുമാനം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. വിദഗ്ധ സമിതി സംസ്ഥാനത്ത് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി V.D. സതീശന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 10 ദിവസത്തിനകം ധവളപത്രം ഇറക്കാൻ V.D. സതീശൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മൗനം വെടിഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഭരണമാറ്റം വേണമെന്ന ജനവിധി അംഗീകരിക്കുന്നു. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ UDF സർക്കാരിന് പിന്തുണ വാഗ്ദാനം ചെയ്ത പിണറായി LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ കരുത്തോടെ CPM-ഉം LDF-ഉം തിരിച്ചുവരുമെന്നും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ആദ്യമായാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി പ്രവർത്തകരെ നേരിട്ട് അഭിസംബോധന ചെയ്തത്. പതിവ് ശൈലിയിൽ ആഗോളതലത്തിലെ അമേരിക്കയുടെ കടന്നുകയറ്റത്തെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും വിമർശിച്ചാണ് പ്രസംഗം തുടങ്ങിയത്. കർഷകരും സാധാരണക്കാരും വലിയ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാനുമായുള്ള യുദ്ധം നമ്മുടെ അടുക്കളയെ ബാധിച്ചിരിക്കുന്നുവെന്ന് പിണറായി വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിച്ച മുൻ മുഖ്യമന്ത്രി 10 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ തുടർച്ചയുണ്ടാകണമെന്ന് UDF സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് പരാജയം LDF-ന്റെയോ CPM-ന്റെയോ അവസാനമായി കാണേണ്ടതില്ല. കൂടുതൽ കരുത്തോടെ തിരിച്ചുവരും. പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ പിണറായി അണികളോട് ആഹ്വാനം ചെയ്തു. UDF സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ താൽപര്യങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ശക്തമായി എതിർക്കുമെന്നും പിണറായി മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, കണ്ണൂർ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി ഉത്തരവിറക്കണമെന്ന് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി V.D. സതീശന് നിവേദനം നൽകി. ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കണം, മഞ്ഞക്കുറ്റികൾ മാറ്റണം, കേസുകൾ റദ്ദാക്കണം, അറസ്റ്റിലായവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നീ ആവശ്യങ്ങളാണ് സമരസമിതി നൽകിയ നിവേദനത്തിൽ പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായി 5 വർഷം മുൻപിട്ട മഞ്ഞക്കുറ്റി കാരണം ഒരു ലോണോ സ്ഥലം വിൽപ്പനയോ നടത്തുവാൻ കഴിയാതെ വലയുകയാണ് പലരും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഓണറേറിയം വർധനവ് അനുവദിച്ച മുഖ്യമന്ത്രി V.D. സതീശനും UDF സർക്കാരിനും നന്ദി അറിയിച്ച് ആശമാർ. നന്ദി സൂചകമായി വ്യാഴാഴ്ച തലസ്ഥാനത്ത് ആശമാർ റാലി സംഘടിപ്പിക്കും. ആശാസമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നവർ റാലിയിൽ അണിനിരക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു പറഞ്ഞു. ദിവസം നീണ്ടുനിന്ന സഹന സമരമാണ് ആശാസമരം. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി അനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നത്. സമരത്തിന്റെ പല ഘട്ടങ്ങളിലായി വിവിധ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ നേതാക്കൾ ആശമാരെ കാണാനെത്തി. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന V.D. സതീശൻ അവർക്ക് അധികാരത്തിലേറിയാൽ ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിച്ചതോടെയാണ് ആശമാർ നന്ദി അറിയിച്ച് രംഗത്തെത്തിയത്. UDF
ഗവൺമെൻറ് അധികാരത്തിലെത്തിയാൽ ആദ്യ ക്യാബിനറ്റിലെ ആദ്യത്തെ തീരുമാനങ്ങളിലൊന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതായിരിക്കും എന്ന് ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മുടെ സമരപ്പന്തലിൽ വന്ന് നൽകിയ വാഗ്ദാനം ഇന്നലെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം ആ വാഗ്ദാനം നടപ്പിലാക്കി. ഈ സമരത്തെ ഏറ്റവും ജനാധിപത്യപരമായി കണ്ടതിന് ഞങ്ങൾക്കുള്ള ഈ അദ്ദേഹത്തോട് ഈ ഗവൺമെൻറ്റിനോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടി 21-ാം തീയതി ഞങ്ങൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും എത്തിച്ചേരുകയാണ്. 3000 രൂപ കൂടി വർദ്ധിപ്പിച്ചതോടെ ആശമാരുടെ ഓണറേറിയം 9,000 രൂപയിൽ നിന്ന് 12,000 രൂപയായി. 21,000-ആയി ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയ UDF സർക്കാർ 3,000 രൂപ മാത്രം വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയാണെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പരിഹസിച്ചിരുന്നു. അതിനും ആശമാർ മറുപടി നൽകി. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി മല എലിയെ പ്രസവിച്ച പോലെയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞ നിമിഷം മുതൽ ആളുകൾ കൊടുക്കുന്നുണ്ട്. പറയുന്നില്ല, ഇവിടെ പ്രസവിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. വ്യാഴാഴ്ച ആശമാർ മഹാറാലി സംഘടിപ്പിക്കും. അത് അധികാരത്തിലെത്തിയ ഉടൻ വാക്കുപാലിച്ച UDF സർക്കാരിനോടുള്ള നന്ദിയാണ്, അമ്മമാരുടെ സ്നേഹമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നിശ്ചയിച്ചതുപോലെ തന്നെ നടപ്പിലാക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സ്വകാര്യ ബസ് മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പദ്ധതിയല്ല. എല്ലാവരെയും കേൾക്കുമെന്നും പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകാതെയുണ്ടാകും. സൗദി ക്രിമിനൽ കോടതിയുടെ അന്തിമ വിധിയനുസരിച്ചുള്ള 20 വർഷത്തെ തടവ് ശിക്ഷ നാളെ അവസാനിക്കും. നാളെ റഹീമിനെ ഫൈനൽ എക്സിറ്റ് കാത്തിരിക്കുന്നവരുടെ ജയിലിലേക്ക് മാറ്റും. ശേഷം ഫൈനൽ എക്സിറ്റ് നടപടികൾ പൂർത്തിയാക്കും. വ്യാഴാഴ്ചയ്ക്ക് ശേഷം ബലിപെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ അതിനു മുൻപ് ഫൈനൽ എക്സിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസിയും സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് തുവോരും സജീവമായി രംഗത്തുണ്ട്. തൊഴിലാളികളുടെ പാസ്പോർട്ട് പിടിച്ചുവെക്കരുതെന്ന കർശന നിർദ്ദേശവുമായി ദുബായ് ഇമിഗ്രേഷൻ. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ ബോധവൽക്കരണ നിർദ്ദേശവുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമപരമായ ചട്ടങ്ങൾക്ക് വിധേയമല്ലാത്ത ഒരു കാരണവശാലും തൊഴിലുടമകൾ തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ കൈവശം വയ്ക്കുവാനോ പിടിച്ചുവെക്കുവാനോ പാടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. GDRFA ദുബായിയുടെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ട സ്റ്റേ ലീഗൽ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ സന്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വ്യക്തവും നിയമപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം വ്യക്തികളുടെ യാത്രാരേഖകൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇരുവിഭാഗങ്ങളുടെയും, അതായത് തൊഴിലാളിയുടെയും തൊഴിലുടമയുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനാണ് UAE നിയമം അനുശാസിക്കുന്നത്. ഇതിന് വിരുദ്ധമായി നിയമവിരുദ്ധമായ രീതിയിൽ മറ്റൊരാളുടെ യാത്രാരേഖകൾ പിടിച്ചുവെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. കുവൈറ്റിലെ ഫ്രൈഡേ മാർക്കറ്റിൽ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്കും തിരിച്ചും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചു. ജൂൺ 1 മുതലാണ് സർവീസ് പുനരാരംഭിക്കുക. ഓരോ സെക്ടറിലേക്കും ആഴ്ചയിൽ 1 വീതം സർവീസാണ് തുടക്കത്തിൽ ഉണ്ടാവുക. ക്രമേണ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തുടക്കത്തിൽ കോഴിക്കോട് മംഗലാപുരം സർവീസുകളാണ് ആരംഭിക്കുക. മറ്റ് സെക്ടറുകളിലേക്കുള്ള വിവരങ്ങൾ പിന്നീട് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ കുവൈറ്റിൽ നിന്നും തിരിച്ചും നാട്ടിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയത്. കഴിഞ്ഞ മാസം കുവൈറ്റ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചുവെങ്കിലും കുവൈറ്റ് ദേശീയ വിമാന കമ്പനികൾക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി നൽകിയത്. കുവൈറ്റിലെ ഫ്രൈഡേ മാർക്കറ്റിൽ വ്യാജ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ 9 സ്റ്റാളുകൾക്കെതിരെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നടപടി. ഫ്രൈഡേ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ വ്യാജ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ബാഗുകൾ, ചെരുപ്പുകൾ, ടീ-ഷർട്ടുകൾ ഉൾപ്പെടെ 1430 വ്യാജ ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. നിയമലംഘനങ്ങൾ നടത്തിയ വ്യാപാരികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രോസിക്യൂഷന് കൈമാറിയതായി മന്ത്രാലയം അറിയിച്ചു. സ്വത്തവകാശ സംരക്ഷണത്തിനും വ്യാപാര തട്ടിപ്പുകൾ തടയുന്നതിനുമായി പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സാമ്പത്തിക ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക എന്ന ആശയത്തിൽ ഗ്ലോബൽ മണി വീക്ക് 2026 രണ്ടാം പതിപ്പ് അബുദാബിയിൽ സമാപിച്ചു. സാമ്പത്തിക വിദ്യാഭ്യാസം സമൂഹത്തിന്റെ എല്ലാ തലത്തിലേക്കുമുള്ള
തലത്തിലേക്കും എത്തിക്കുവാൻ നിലകൊള്ളുന്ന സ്ഥാപനമായ സൗത്തും UAE സെൻട്രൽ ബാങ്കും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും സാമ്പത്തിക ഉത്തരവാദിത്വം, സംരക്ഷണശീലം, നിക്ഷേപബോധം എന്നിവ വളർത്തുന്നതിനുള്ള വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഗ്ലോബൽ മണി വീക്കിന്റെ ഭാഗമായി നടന്നു. ഭാവി തലമുറകളിൽ സാമ്പത്തിക ബോധവൽക്കരണം നടത്തുന്നതിൽ സമൂഹ കൂട്ടായ്മകളുടെ പ്രാധാന്യം പരിപാടി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. സർക്കാർ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലാ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ സജീവ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും സാമ്പത്തിക വിദ്യാഭ്യാസം എത്തിക്കാനുള്ള UAEയുടെ ദീർഘകാല ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇത്തരം സംരംഭങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യൻ രൂപ UAE ദിർഹത്തിനെതിരെ റെക്കോർഡ് താഴ്ചയിലെത്തി. ഒരു ദിർഹത്തിന് ചരിത്രത്തിൽ ആദ്യമായി 26 രൂപ 22 പൈസയാണ് നിലവിലെ നിരക്ക്. ആഗോള വിപണിയിലെ ഡോളറിന്റെ കരുത്തും രാജ്യാന്തര തലത്തിലെ സംഘർഷങ്ങളെ തുടർന്ന് അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതുമാണ് രൂപയ്ക്ക് തിരിച്ചടിയാകുന്നത്. രാജ്യാന്തര വിപണിയിൽ ഒരു US ഡോളറിന് 96.29 പൈസ എന്ന നിരക്കിലേക്കാണ് രൂപ കൂപ്പുകുത്തിയത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പ്രവാസി പണമിടപാടിൽ നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. നിക്ഷേപം ആഗ്രഹിച്ച് പണം സ്വരുക്കൂട്ടി വെച്ചവരാണ് മെച്ചപ്പെട്ട നിരക്കിന്റെ ആനുകൂല്യത്തിൽ നാട്ടിലേക്ക് പണം അയച്ചത്. പണം കടം വാങ്ങിയും അയക്കുന്നവരുമുണ്ട്. ഈ നിരക്ക് മാസാവസാനം വരെ തുടരുകയാണെങ്കിൽ നാട്ടിലേക്ക് കോടികൾ ഒഴുകും. നിലവിലെ നിരക്കനുസരിച്ച് 1000 ദിർഹം നാട്ടിലേക്ക് അയച്ചാൽ 26,224 രൂപ ലഭിക്കും. UAE ഡിജിറ്റൽ ഭരണപരമായ മുന്നേറ്റത്തിന് പുതിയ ദിശ നിർണയിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അബുദാബിയിലെ ഖസർ അൽ വതനിൽ മന്ത്രിസഭാ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ രാജ്യത്തിന്റെ ദേശീയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തന്ത്രത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നു. സർക്കാർ സേവനങ്ങളിലും പ്രവർത്തനങ്ങളിലും 50% വരെ ഏജനറ്റിക് AI സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ സർക്കാരാവുക എന്ന ലക്ഷ്യമാണ് UAE മുന്നോട്ട് വെച്ചത്. പദ്ധതിയുടെ നടപ്പാക്കലിൽ മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ ഏജൻസിയുടെയും ചുമതലകൾ യോഗത്തിൽ നിർണയിച്ചു. കൂടാതെ സർക്കാർ തലത്തിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ AI പരിശീലന പദ്ധതിക്കും തുടക്കമായി. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സാന്നിധ്യത്തിൽ ഷാർജയിലെ ഖുർആൻ പഠന കേന്ദ്രത്തിന്റെ 6ാമത് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഖുർആൻ പഠനത്തിൽ അംഗീകാരം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ഖുർആൻ വിദ്യാഭ്യാസ രംഗത്തെ ഷാർജയുടെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുകയും ചെയ്തു. മതപണ്ഡിതന്മാരും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ ഖുർആൻ മനുഷ്യരാശിക്ക് എന്നും മാർഗദീപമാണെന്നും അതിന്റെ സന്ദേശം സമാധാനത്തിന്റെയും കരുണയുടെയും പ്രതീകമാണെന്നും പ്രസംഗകൻ പറഞ്ഞു. ഖുർആൻ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം പുതിയ തലമുറയിൽ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ വളർത്തുന്നതിലും ഖുർആൻ പഠന കേന്ദ്രത്തിന്റെ പങ്ക് നിർണായകമാണെന്ന് ചടങ്ങിൽ വിലയിരുത്തി. ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക പങ്കാളികളിലൊന്നായി UAE ഇന്ത്യ സൗഹൃദം മാറിക്കഴിഞ്ഞതായി ദുബായിൽ നടന്ന UAE ഇന്ത്യ ബിസിനസ് കൗൺസിൽ സമ്മേളനം അടിവരയിടുന്നു. പ്രതിരോധത്തിന്റെ കരുത്ത് എന്ന പ്രമേയത്തിൽ നടന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളും നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും പങ്കെടുത്തു. UAE വിദേശ വ്യാപാര മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ, ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ സംയുക്തമായാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ആഗോളതലത്തിൽ വിപണികളും വിതരണ ശൃംഖലകളും വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലയളവിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം കഴിഞ്ഞ വർഷം 76 കോടി അമേരിക്കൻ ഡോളർ കടന്നതായി മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി പറഞ്ഞു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 17% വൻ വളർച്ചയാണ് ഇതിലൂടെ രേഖപ്പെടുത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഉഭയകക്ഷി വ്യാപാരം എളുപ്പമാക്കുക മാത്രമല്ല, പ്രാദേശിക കമ്പനികൾക്ക് ആഗോള വിപണിയിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ കടന്നു ചെല്ലാനുള്ള വലിയ വാതിലുകളാണ് തുറന്നിട്ടിരിക്കുന്നത്. ആഫ്രിക്കൻ വിപണികൾ ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ നിക്ഷേപം, ലോജിസ്റ്റിക്സ് തുടങ്ങിയവയിൽ ഒന്നിച്ചു പ്രവർത്തിക്കുവാൻ ഇരു രാജ്യങ്ങൾക്കും വിപുലമായ അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഹൈപ്പർ അൽ വഫ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് ഷോപ്പിംഗ് ആവശ്യത്തിന് സൗജന്യ ബസ് സർവീസ്, ഗിഫ്റ്റ് കാർഡുകൾ അടക്കം ആകർഷകമായ വിവിധ പദ്ധതികളും സൗകര്യങ്ങളും പ്രഖ്യാപിച്ചു. മക്കയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന തീർത്ഥാടകർക്ക് ഷോപ്പിങ്ങിനായി ഹൈപ്പർ അൽ വഫയിലേക്ക് വരാനും തിരികെ താമസ സ്ഥലങ്ങളിലേക്ക് പോകാനുമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തിയതായി ഹൈപ്പർ വഫ മാനേജ്മെന്റ് അറിയിച്ചു. അതുപോലെ മക്കയ്ക്ക് പുറത്ത് ജിദ്ദ, റിയാദ്, ദമ്മാൻ തുടങ്ങിയ പ്രവിശ്യകളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും മക്കയിൽ ഹജ്ജിനെത്തിയ
തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കുവാനായി ഗിഫ്റ്റ് പോലെ നൽകാനായി ഹൈപ്പർ ഗിഫ്റ്റ് കാർഡ് സൗകര്യം പുതുതായി അവതരിപ്പിച്ചതായും മക്കൾക്ക് പുറത്തുള്ള ഏതൊരു അൽ വഫ ബ്രാഞ്ചിൽ നിന്നും 50, 100, 200, 500 റിയാൽ മൂല്യമുള്ള ഗിഫ്റ്റ് കാർഡുകൾ പണമടച്ച് വാങ്ങിയാൽ മക്കയിലുള്ള തീർത്ഥാടകർക്ക് ആ കാർഡ് മക്കയിലുള്ള ഹൈപ്പർ വഫ ബ്രാഞ്ചിൽ ലഭിക്കും. അവിടെ നിന്ന് ആ തുകക്കുള്ള ഷോപ്പിംഗ് നേരിട്ട് നടത്താൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. സൗദിയിലെ എല്ലാ അൽ വഫ ഹൈപ്പർ മാർക്കറ്റിലും നല്ല വിലക്കുറവിലും അതിശയിപ്പിക്കുന്ന ഓഫറുകളിലും സാധനങ്ങളും ലഭിക്കുമെങ്കിലും തീർത്ഥാടകർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കാൻ ഹൈപ്പർ വഫ മക്കയിൽ ഉംറ സൂക്ക് എന്ന പ്രത്യേക സെക്ഷൻ തന്നെയുള്ളതായും ഹൈപ്പർ വഫയിൽ വരും ദിവസങ്ങളിൽ വലിയ ഓഫറുകൾ പ്രതീക്ഷിക്കാമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദിയിൽ എല്ലാ പ്രവിശ്യകളിലെയും നഗരങ്ങളിലെയും ബലിപെരുന്നാൾ നമസ്കാര സമയം ഇസ്ലാമിക കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഉമുൽ ഖുറ കലണ്ടർ അനുസരിച്ച് എല്ലാ പ്രവിശ്യകളിലും നഗരങ്ങളിലെയും ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും സൂര്യോദയത്തിന് 15 മിനിറ്റിന് ശേഷം പെരുന്നാൾ നമസ്കാരം നടത്താമെന്ന് ഇസ്ലാമിക ഗൈഡൻസ് കാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖ് പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. റിലീസ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.